19-ാം നൂറ്റാണ്ടാണ് മെന്റലിസത്തിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത്. ആ കാലഘട്ടത്തിലാണ് ഈ മേഖലയിലേക്ക് ഒരുപാട് പ്രഗത്ഭർ വന്നു ചേർന്നത്. അതുകൊണ്ട് തന്നെയാണ് 19-ാം നൂറ്റാണ്ടിനെ മെന്റലിസത്തിന്റെ ഗോൾഡൻ ഇറ എന്നറിയപ്പെട്ടത്. മെന്റലിസം എന്നതിനേക്കാൾ കൂടുതൽ മാന്ത്രിക ശക്തി അല്ലെങ്കിൽ മാന്ത്രിക വിദ്യ എന്ന രീതിയിലാണ് ഈ ഒരു കലാരൂപം പ്രചരിക്കപ്പെട്ടത്. മെന്റലിസ്റ്റുകൾ സ്വയം പറഞ്ഞിരുന്നത് തങ്ങൾക്ക് മാന്ത്രിക ശക്തികളുണ്ട് എന്നും അമാനുഷികരായ പല ശക്തികളാണ് തങ്ങൾക്കത്തരം അതീന്ദ്രിയ സിദ്ധികൾ സമ്മാനിച്ചത് എന്നുമായിരുന്നു. സാധാരണ ജനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വസ്ത്രധാരണവും മുഖഭാവവും അത്തരം കാര്യങ്ങൾ വിശ്വസിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അവർ വിശ്വസിച്ചിരുന്നത് ഇത്തരം മെന്റലിസ്റ്റുകൾക്ക് പ്രേതഭൂതാദികളുടെ സേവകൾ ഉണ്ടായിരുന്നു എന്നാണ്. ജിറോലാമോ സ്കോട്ടോ എന്ന ഇറ്റാലിയൻ മജീഷ്യൻ 1500-കളിൽ മെന്റലിസം ഒരു കലയായി അവതരിപ്പിച്ചിരുന്നു എന്ന് പല ചരിത്ര രേഖകളും പറയുന്നു. കാലങ്ങൾക്കിപ്പുറം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചാണ് മെന്റലിസം നാം കാണുന്നത്. പിന്നീട് അങ്ങോട്ട് മെന്റലിസത്തിൽ പ്രേതഭൂതാദികൾക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല എന്നും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ മെന്റലിസ്റ്റുകൾ വായിച്ചെടുക്കുന്നത് ചില പ്രത്യേക രീതികളിലൂടെയും പഠനങ്ങളിലൂടെയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുമുണ്ട്.